എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് ഞാൻ 2 വേരിയബിൾസ് ആണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? നെയിമും ഏജും. നെയിമും ഏജും എന്ന് പറഞ്ഞ് 2 ക്ലാസ് ഞാൻ 2 മെമ്പർ വേരിയബിൾസ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ 4 ഫങ്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെയിം ഗെറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ, അതിനെ ഗെറ്റ് നെയിം എന്ന് വിളിച്ചു. ഏജ് ഗെറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനെ ഞാൻ ഗെറ്റ് ഏജ് എന്ന് വിളിച്ചു. സിമിലർലി നെയിം സെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് നെയിമും ഞാൻ എഴുതിയിട്ടുണ്ട്. ഏജ് സെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ഏജും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു എംപ്ലോയി എന്ന് പറഞ്ഞൊരു ക്ലാസ് എഴുതുകയാണ്. ഓക്കെ, ഞാൻ ഒന്നേന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്തവർക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടിയാണ് ഒന്നേന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് എംപ്ലോയിക്കകത്ത് 4 മെമ്പർ വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. 4 മെമ്പർ വേരിയബിൾസ് ഉണ്ട്. മെമ്പർ വേരിയബിൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയിയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കുക. അവർക്ക് എംപ്ലോയിക്ക് എല്ലാവർക്കും ഓരോ പേര് കാണത്തില്ലേ? പേരുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എന്തെന്ന് എഴുതി? പ്രൈവറ്റ് സ്ട്രിങ് നെയിം എന്ന് പറഞ്ഞു എഴുതി. ഇനി എല്ലാവർക്കും ഏജ് കാണത്തില്ലേ? സോ പ്രൈവറ്റ് ഇൻറ്റ് ഏജ് എന്ന് പറഞ്ഞു എഴുതി. ഇനി അവർക്ക് എന്ത് കാണും? ഒരു എംപ്ലോയി ഐ ഡി കാണത്തില്ലേ? സോ എംപ്ലോയി ഐ ഡി എഴുതി. ഇനി അവർക്കെല്ലാവർക്കും ഒരു എന്തുണ്ട്? സാലറി കാണത്തില്ലേ? എംപ്ലോയി ആണെങ്കിൽ അവർക്കൊരു സാലറി കാണും. സോ ഡബിൾ സാലറി. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഇനി ഞാൻ പറഞ്ഞു നെയിം എന്ന് പറഞ്ഞൊരു മെമ്പർ വേരിയബിൾ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഫംഗ്ഷൻ നമുക്ക് എഴുതാൻ പറ്റും. ആ ഫംഗ്ഷൻ്റെ പേരെന്ന് പറയുന്നത് ഒന്ന് സെറ്റ് നെയിമും ഒന്ന് ഗെറ്റ് നെയിമും. അപ്പോൾ നെയിമാണ് എന്നുണ്ടെങ്കിൽ സെറ്റ് നെയിം ഗെറ്റ് നെയിം. അപ്പോൾ നമുക്ക് ഏജ് ആണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? ഏജ് ആണെങ്കിൽ സെറ്റ് ഏജ് ഗെറ്റ് ഏജ്. അങ്ങനെയാണെങ്കിൽ എംപ്ലോയി ഐ ഡിനെ എങ്ങനെ എഴുതാൻ പറ്റും? സെറ്റ് എംപ്ലോയി ഐ ഡി ഗെറ്റ് എംപ്ലോയി ഐ ഡി എന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷൻ എഴുതാം. സിമിലർലി ഗെറ്റ് എംപ്ലോയി ഐ ഡി ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് സാലറി എങ്ങനെ എഴുതാൻ പറ്റും? സെറ്റ് സാലറി പിന്നെ ഗെറ്റ് സാലറി. സെറ്റ് സാലറി ഗെറ്റ് സാലറി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും? പബ്ലിക് ആയിട്ടായിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന. ഞാൻ സെറ്റ് എന്ന് പറയുന്ന നെയിം സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഞാൻ അല്ലാതെ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. സോ ഓയിഡ് ആണ് എൻ്റെ ടൈപ്പ്. സെറ്റ് ചെയ്യണമെങ്കിൽ ഞാനൊരു വാല്യൂ പാസ് ചെയ്യണം. ഞാൻ എന്തിനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്? നെയിമിനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ സ്ട്രിങ് നെയിം എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് ഞാൻ എന്ത് എഴുതണം? ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്ന് പറഞ്ഞ് എഴുതുക. അതായത് ഞാൻ ഈ പാസ് ചെയ്യുന്ന നെയിം ഒരു ആ ഒബ്ജക്റ്റിൻ്റെ നെയിം ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ ഒന്നും ആലോചിക്കണ്ട. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ സെറ്റ് ഏജ് എങ്ങനെ എഴുതാൻ പറ്റും? ഇതേപോലെ തന്നെ നോക്കുക. എനിക്ക് എന്താണ് ഏജ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പബ്ലിക് റിട്ടേൺ ചെയ്യുന്നുണ്ടോ? ഇല്ല. വോയിഡ് സെറ്റ് ഏജ്. ഞാനപ്പോൾ എന്ത് പാസ് ചെയ്യണം? ഏജ് പാസ് ചെയ്യണം. ഇൻറ്റ് ഏജ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? ദിസ് ഡോട്ട് നെയിം എന്നാണ് അവിടെ എഴുതിയത്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? ദിസ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എംപ്ലോയി ഐ ഡി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നിങ്ങൾ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക. പബ്ലിക് വോയിഡ് സെറ്റ് എംപ്ലോയി ഐ ഡി ഇൻറ്റ് എംപ്ലോയി ഐ ഡി ദിസ് ഡോട്ട് എംപ്ലോയി ഐ ഡി ഈക്വൽ ടു എംപ്ലോയി ഐ ഡി എംപ്ലോയി ഐ ഡി. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സെറ്റ് സാലറി എങ്ങനെ എഴുതാം? സാലറി എന്ന് പറയുന്നത് ഡബിൾ ആണ്. സോ പബ്ലിക് വോയിഡ് സെറ്റ് സാലറി. ഞാൻ എന്ത് പാസ് ചെയ്യണം? ഒരു സാലറി പാസ് ചെയ്യണം. ഡബിൾ സാലറി. ദിസ് ഡോട്ട് സാലറി ഈക്വൽ ടു സാലറി. അപ്പോൾ ഞാൻ സെറ്റ് എല്ലാം എഴുതി കഴിഞ്ഞു. ഇനി ഗെറ്റ് ഫംഗ്ഷൻ എഴുതണം. അതെങ്ങനെ ഗെറ്റ് ഫംഗ്ഷൻ എഴുതാൻ പറ്റും? എനിക്ക് എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? എനിക്ക് എന്താണ് ഗെറ്റ് ചെയ്യേണ്ടത്? നെയിമാണ് ഗെറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്യേണ്ട. ഞാൻ എന്ത് റിട്ടേൺ ചെയ്യണം? നെയിം റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ചെയ്യുന്നതിൻ്റെ ടൈപ്പ് എന്താണ്? നെയിമിൻ്റെ ടൈപ്പ് എന്താണ്? നെയിം എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. സോ വാട്ട് ഈസ് ദ റിട്ടേൺ ടൈപ്പ്? സ്ട്രിങ് എന്ന് പറയുന്നതാണ് റിട്ടേൺ ടൈപ്പ്. സോ പബ്ലിക് സ്ട്രിങ് ഗെറ്റ് നെയിം. ഇനി എനിക്ക് ഏജ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. സോ പബ്ലിക് ഏജ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പാണ്? ഇൻ്റ് ആണ്. സോ ഇൻ്റ്
റിട്ടേൺ എന്താണ്? ഈച്ച്. ഇനി എനിക്ക് എംപ്ലോയി ഐ ഡി എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യണം. എംപ്ലോയി ഐ ഡി ഏത് ടൈപ്പാണ്? പബ്ലിക് ഇൻഡ് ആണ്. പബ്ലിക് ഇൻഡ് റിട്ടേൺ എന്താണ്? റിട്ടേൺ എംപ്ലോയി ഐ ഡി. റിട്ടേൺ എംപ്ലോയി ഐ ഡി. ഇനി അടുത്തത് സാലറി എന്ത് ടൈപ്പാണ്? ഡബിൾ ആണ്. സോ ഞാൻ എന്താണ് എഴുതേണ്ടത്? പബ്ലിക് ഡബിൾ റിട്ടേൺ ചെയ്യുന്നത് ഞാൻ സാലറിയാണ്. സോ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഡബിൾ ആയിരിക്കും. സോ റിട്ടേൺ സാലറി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എഴുതിയത്. ഓക്കെ. അപ്പോൾ 4 വേരിയബിൾ ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര ഫംഗ്ഷൻ കാണും? 8 ഫംഗ്ഷൻ കാണും. ഒരു വേരിയബിളിന് 2 ഫംഗ്ഷൻ കാണും. എന്തൊക്കെയാണ്? സെറ്റ്, ഗെറ്റ്. അപ്പോൾ ഏജ് ആണെങ്കിൽ സെറ്റ് ഏജ്, ഗെറ്റ് ഏജ് 2 എണ്ണം കാണും. അപ്പം ടോട്ടൽ 4 എണ്ണം ഉണ്ടെങ്കിൽ 8 ഫംഗ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം വെച്ച് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ. ഒരു ടെസ്റ്റ് ക്ലാസ് എഴുതി. ആ ടെസ്റ്റ് ക്ലാസ് എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? എംപ്ലോയിയുടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. എംപ്ലോയി ഇ ഈക്വൽ ടു ന്യൂ എംപ്ലോയി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതി. ഓക്കെ. എന്നിട്ട് ഞാൻ നെയിം സെറ്റ് ചെയ്യാണ്. സെറ്റ് നെയിം എന്ന് പറയുന്നത് ഞാൻ സംഗീതമായിട്ട് സെറ്റ് ചെയ്തു. അതായത് നെയിം എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ നെയിം എന്ന് പറയുന്ന സംഗീതമായിട്ട് സെറ്റ് ചെയ്തു. ഇ എന്ന് പറയുന്നതിൻ്റെ ഏജ് ഞാൻ 31 ആയിട്ട് സെറ്റ് ചെയ്തു. ഇ എന്ന് പറയുന്നതിൻ്റെ എംപ്ലോയി ഐ ഡി എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു? 101 ആയിട്ട് സെറ്റ് ചെയ്തു. ഇ എന്ന് പറയുന്നതിൻ്റെ സാലറി എന്ന് പറയുന്നത് ഞാൻ 10,000 ആയിട്ട് സെറ്റ് ചെയ്തു. 10,000.0 അല്ലെങ്കിൽ 50 ആയിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പ്രിന്റ് ചെയ്ത് കാണിക്കാൻ പോവാണ്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ നെയിം എന്ന് പറയുന്നത് എന്താണ്? നെയിം ഈക്വൽ ടു ഇയുടെ നെയിമാണ് ഗെറ്റ് നെയിം. ഇയുടെ ഗെറ്റ് നെയിം ചെയ്യുക. അപ്പോൾ എനിക്ക് എന്ത് റിട്ടേൺ ചെയ്യും? ഇ എന്ന് പറയുന്നതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേര് റിട്ടേൺ ചെയ്യും, നെയിം റിട്ടേൺ ചെയ്യും. ഇ ഡോട്ട് പ്രിന്റ് എൽ ഏജ് എന്ന് പറയുമ്പോൾ എന്ത് റിട്ടേൺ ചെയ്യും? എന്ത് റിട്ടേൺ ചെയ്യണം? ഏജ് റിട്ടേൺ ചെയ്യും. സോ ഇ ഡോട്ട് ഗെറ്റ് ഏജ്. ഞാൻ ഇനി അതേപോലെ 2 ഫീൽഡും കൂടെ എനിക്ക് ചെയ്യണം. സോ ഞാൻ അത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് പറയാണ്. ഫസ്റ്റ് ഞാൻ എന്താണ് വേണ്ടത്? എനിക്ക് എംപ്ലോയി ഐ ഡി വേണം. എംപ്ലോയി ഐ ഡി. സോ ഇ ഡോട്ട് ഗെറ്റ് എംപ്ലോയി ഐ ഡി എന്ന് പറഞ്ഞൊരു സാധനം വിളിക്കാം. ഗെറ്റ് എംപ്ലോയി ഐ ഡി. അടുത്തത് എനിക്ക് എന്താ വേണ്ടത്? സാലറിയാണ് വേണ്ടത്. സോ ഗെറ്റ് സാലറി വിളിക്കുക. അപ്പോൾ സാലറി കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം എംപ്ലോയിയുടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ നെയിം എന്ന് പറയുന്നത് സംഗീതമായിട്ട് സെറ്റ് ചെയ്തു. ഏജ് 31, എംപ്ലോയി ഐ ഡി 101, സാലറി 10,000.50 ആയിട്ട് സെറ്റ് ചെയ്തു. അതെല്ലാം ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. നൗ ഐ വോണ്ട് ടു ടെസ്റ്റ് വെദർ മൈ കോഡ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. അപ്പോൾ ജാവ സി ടെസ്റ്റ് എന്ന് പറയുന്നതാണ് എൻ്റെ മെയിൻ ഫംഗ്ഷൻ ഉള്ള ജാവ ഫയൽ. സോ ഞാൻ അതിനെ കമ്പൈൽ ചെയ്തപ്പോൾ എറർ ഒന്നുമില്ല. സോ ഞാൻ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാണ്. ജാവ ടെസ്റ്റ്. അപ്പോൾ നോക്കിയേ, സംഗീതം എന്ന് വന്നു, എംപ്ലോയി ഐ ഡി എന്ന് വന്നു, സാലറി എന്ന് പറയുന്നുള്ള കാര്യം വന്നു. അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ഞാൻ എൻ്റെ കോഡ് എഴുതിയതെല്ലാം കറക്റ്റാണ്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ നോക്കിയേ, പേഴ്സൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? പേഴ്സൻ്റെ അകത്ത് നെയിമും ഏജും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ്, അതായത് ഗെറ്റ് ഏജ്, ഗെറ്റ് നെയിം, സെറ്റ് ഏജ്, സെറ്റ് നെയിം എല്ലാം ഞാൻ പേഴ്സൺ എന്ന് പറഞ്ഞൊരു ക്ലാസ്സിനകത്ത് എഴുതിയിട്ടുണ്ട് അല്ലേ? സോ ഞാനിപ്പോൾ എനിക്ക് സ്റ്റുഡൻറ്റ് എഴുതുന്നെന്ന് വിചാരിക്കാം. അപ്പോൾ സ്റ്റുഡൻറ്റിനും ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇല്ലേ? അതായത് നെയിമും ഏജും, സ്റ്റുഡൻറ്റിനും നെയിമും ഏജും കാണത്തില്ലേ? കാണും. അപ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്തും ഞാൻ എന്ത് എഴുതേണ്ടി വരും? പ്രൈവറ്റ് സ്ട്രിംഗ് നെയിം, പ്രൈവറ്റ് ഇൻ്റെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഗെറ്റർ ഫംഗ്ഷനും അതിൻ്റെ സെറ്റർ ഫംഗ്ഷനും ഞാൻ എഴുതേണ്ടി വരും. ഗെറ്റ് നെയിം, സെറ്റ് നെയിം, ഗെറ്റ് ഏജ്, സെറ്റ് ഏജ് അതെല്ലാം എഴുതേണ്ടി വരും, ഇതിനകത്ത് എഴുതേണ്ടി വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, അവിടെ ഒരു കോഡ് എന്ന് പറയുന്നത് റെപ്പറ്റീഷൻ വരുന്നില്ലേ? കോഡ് റെപ്പറ്റീഷൻ വരുന്നില്ലേ? എല്ലാ ക്ലാസ്സിലും ഒരേ കോഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാൻ അതിനെ റിഡൻഡൻസി എന്നാണ് വിളിക്കുന്നത്. റിഡൻഡൻസി നിങ്ങൾ ഡേറ്റാബേസിനകത്ത് ഓൾറെഡി പഠിച്ചു കാണും ഈ ഒരു വേർഡ്. റിഡൻഡൻസി എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് എന്നാണ് വിളിക്കുന്നത്. കോഡ് റിഡൻഡൻസി നമുക്ക് ഒഴിവാക്കണം. അല്ലെങ്കിൽ എനിക്ക് കോഡ് റീയൂസബിലിറ്റി ചെയ്യണം. ഒരു കോഡ് ഞാൻ എവിടെയോ എഴുതിയിരിക്കുന്ന സാധനം എനിക്കത് വീണ്ടും റീയൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയേ,
അപ്പോൾ ഞാൻ എപ്പോഴാണ് ഒരു ക്ലാസ്സിനെ ഞാൻ ഇൻഹെറിറ്റ് ചെയ്യേണ്ടത്? സേ ഫോർ എക്സാമ്പിൾ, ഒരു പേഴ്സൺ എന്ന് പറയുന്ന ഇതിൻ്റെ അകത്ത് എനിക്ക് എന്തൊക്കെയുണ്ട്? ഒരു നെയിമും ഉണ്ട്, ഒരു ഏജും ഉണ്ട്. ഈ രണ്ട് പ്രോപ്പർട്ടീസ് എനിക്ക് ആരിലേക്ക് വേണം? എംപ്ലോയിയിലേക്ക് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? പേഴ്സൻ്റെ കാര്യം എനിക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. പേഴ്സൻ്റെ കാര്യം എനിക്ക് എംപ്ലോയിയിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വേറൊരു സിനാരിയോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ക്ലാസ്സിനകത്ത് 5 പ്രോപ്പർട്ടീസ് ഉണ്ട്. സേ A1, A2, A3, A4, A5 എന്ന് പറയുന്ന 5 പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് 2 കാര്യം മാത്രം എനിക്ക് വേറൊരു ക്ലാസ്സിലേക്ക് മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റൂ? ഇല്ല. കാരണം ബാക്കി 3 പ്രോപ്പർട്ടി നമ്മുടെ ചൈൽഡിലുള്ളതാണോ? ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനത്തെ കേസസിൽ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴാണ് ഞാൻ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യേണ്ടത്? ഒരു ക്ലാസ്സിനകത്തുള്ള എല്ലാ പ്രോപ്പർട്ടീസും വേറൊരു ക്ലാസ്സിൽ ആവശ്യമാണ്. അങ്ങനത്തെ കേസിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇൻഹെറിറ്റൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് പറയാം? എനിക്ക് ഈ പ്രൈവറ്റ് സ്ട്രിംഗ് നെയിം, പ്രൈവറ്റ് ഇൻഡ് ഏജ് എന്ന് പറയുന്ന സാധനം എനിക്ക് എവിടെയുണ്ട്? ഈ 2 കാര്യങ്ങളും എനിക്ക് പേഴ്സൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട്. അതേപോലെ പബ്ലിക് വോയിഡ് ഗെറ്റ് നെയിമും പബ്ലിക് സ്ട്രിംഗ് ഗെറ്റ് നെയിമും സെറ്റ് നെയിമും അതേപോലെ സെറ്റ് ഏജും ഗെറ്റ് ഏജും എനിക്ക് ഏതിനകത്തുണ്ട്? എനിക്ക് പേഴ്സൺ ഫയലിനകത്തുണ്ട്. അത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. സോ അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. അതേപോലെ ഞാൻ എന്തിൽ ഡിലീറ്റ് ചെയ്തു? എനിക്ക് ഇവിടെയുള്ള മെമ്പർ വേരിയബിൾസ് അതും ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിന് പകരം ഞാനൊരു ലൈൻ ആഡ് ചെയ്തു. ക്ലാസ് എംപ്ലോയി എക്സ്റ്റെൻസ് പേഴ്സൺ. അപ്പോൾ എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡാണ് വേറൊരു ക്ലാസ്സിനകത്തുള്ള പ്രോപ്പർട്ടീസ് ഇതിൻ്റെ അകത്തോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് എക്സ്റ്റെൻസ്. അപ്പോൾ എക്സ്റ്റെൻസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ എംപ്ലോയിക്ക് അകത്തോട്ട് ആരുടെ പ്രോപ്പർട്ടീസ് വരും? പേഴ്സന്റെ പ്രോപ്പർട്ടീസ് വരും. അപ്പോൾ നമുക്ക് ഇതിനെ വേറൊരു രീതിയിൽ പറയാൻ പറ്റും. എംപ്ലോയി ഈസ് എ പേഴ്സൺ. എംപ്ലോയി ഈസ് എ പേഴ്സൺ. ഈസ് എ പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്തിന്റെ മീനിങ് എന്താണ്? എംപ്ലോയി എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ പേഴ്സന്റെ പ്രോപ്പർട്ടീസ് എല്ലാം എന്തിനകത്ത് കാണും? എംപ്ലോയിക്കകത്ത് കാണും. നമ്മൾ ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാനൊരു കാറിന്റെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ആ കാറിന്റെ എക്സാമ്പിളിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടീസ് മാത്രമേ കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനകത്ത് എഴുതത്തുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ഒരു കാറിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നൈട്രോ ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ കാറിന്റെ പ്രോപ്പർട്ടി ആയിട്ട് എഴുതാറില്ല. കാരണം എന്താണ്? അത് എല്ലാ കാറിലും ഉള്ള പ്രോപ്പർട്ടി ആണോ? അല്ല. നൈട്രോ ബൂസ്റ്റർ എന്ന് പറയുന്ന സ്പീഡ് കാറിൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ സ്പീഡ് കാർ എന്ന് പറയുന്ന വേറൊരു ക്ലാസ് എഴുതുക. അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്? നൈട്രോ ബൂസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷെ ആ സ്പീഡ് കാറിനകത്ത് കാറിന്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണത്തില്ലേ? കാണും. സോ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റും? സ്പീഡ് കാർ ഈസ് എ കാർ എന്ന് പറയുന്നെങ്കിൽ പറയാം. സെയിം ആസ് എംപ്ലോയി ഈസ് എ പേഴ്സൺ. എംപ്ലോയി ഈസ് എ പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്താണ്? പേഴ്സന്റെ അകത്തുള്ള എല്ലാ പ്രോപ്പർട്ടീസും എങ്ങോട്ടേക്ക് വരും? എംപ്ലോയിക്കകത്തോട്ട് വരും. ഞാൻ വേറെ ഒരു കോഡും ഞാൻ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യുന്നില്ല. നിങ്ങൾ ആ ടെസ്റ്റ് ഞാൻ അതേപോലെ തന്നെയാണ് എഴുതുന്നത്. ഒരു എംപ്ലോയിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പേഴ്സന്റെ അകത്തുള്ള മെമ്പർ വേരിയബിൾസും കൂടെ ആരിലേക്ക് വരും? എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് വരും. അവിടെ അപ്പോൾ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആഡ് ഓൺ ആവും? നെയിം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടീസും ആഡ് ഓൺ ആവും. എംപ്ലോയി ഐ ഡി എന്ന് പറയുന്നത് നെയിമും ഏജും ആരിലേക്ക് വരും? എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് വരും. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡോട്ട് സെറ്റ് നെയിം. അപ്പോൾ സെറ്റ് നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കും. ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റും. സെറ്റ് സാലറിയും ഇവിടെ മാത്രമേ ഉള്ളൂ. സെറ്റ് എംപ്ലോയിയും ഐ ഡിയും മാത്രമേ ഇതിനകത്തുള്ളൂ. പക്ഷേ ഈ ഒരു ഫംഗ്ഷനിൽ കയറുന്നതിന് മുമ്പ് ആരിൽ കയറും? പേഴ്സൺ ഫയലിനകത്തോട്ട് കയറും. പേഴ്സൻ്റെ അകത്തോട്ട് കയറും. നേരെ പേഴ്സണിൽ ചെന്നിട്ട് അവിടെ എന്ത് ചെക്ക് ചെയ്യും? സെറ്റ് നെയിം ഉണ്ടോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യും. ഉണ്ട്. ദെൻ അത് എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായോ? അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഞാൻ ഒരു ഫംഗ്ഷൻ വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം അത് എവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്യും? ബേസ് ക്ലാസ്സിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യും. വാട്ട് ഈസ് ദ ബേസ് ക്ലാസ്? ഞാൻ ഏതിനകത്തു നിന്നാണോ ഡിറൈവ് ചെയ്യുന്നത് ആ ക്ലാസ്സിനെയാണ് ബേസ് ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ദിസ് കേസ് പേഴ്സൺ ഇസ് ദ ബേസ് ക്ലാസ്. അപ്പോൾ സെറ്റ് നെയിം എന്ന് പറയുന്ന ഫംഗ്ഷൻ ആദ്യം ആരിലുണ്ടോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യും?
പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ഉണ്ടോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യും. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ നെയിം എന്ന് പറയുന്നത് എന്തായിട്ട് സെറ്റ് ചെയ്യും? സംഗീതമായിട്ട് സെറ്റ് ചെയ്യും. അതേപോലെ ഏജ് എന്ന് പറയുന്നത് എന്തായിട്ട് സെറ്റ് ചെയ്യും? 31 ആയിട്ട് സെറ്റ് ചെയ്യും. ഈ രണ്ട് പ്രോപ്പർട്ടിയും ആരുടെ പ്രോപ്പർട്ടി ആയിരുന്നു? ആക്ച്വലി അത് പേഴ്സന്റെ പ്രോപ്പർട്ടി ആയിരുന്നു. അത് ആരിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തു? ഈ എന്ന് പറയുന്ന എലമെന്റിലേക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഈസ് എ രണ്ട് ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണ് നമുക്കുള്ളത്. ഇൻഹെറിറ്റൻസ് ആണുള്ളത്. കുറച്ച് ഹൈ ലെവലിൽ ഞാൻ പറയാണ്. ഈസ് എ ടൈപ്പും ഉണ്ട്, ഈസ് എ ടൈപ്പ് ഇൻഹെറിറ്റൻസും ഉണ്ട്, ആൻഡ് ഹാസ് എ ടൈപ്പ് ഇൻഹെറിറ്റൻസും ഉണ്ട്. ഹാസ് എ ടൈപ്പ് ഇൻഹെറിറ്റൻസ്. എന്താണ് ഹാസ് എ ടൈപ്പ് ഇൻഹെറിറ്റൻസ്? ഇപ്പൊ നമ്മൾ ഹാസ് എ ടൈപ്പ് ഇൻഹെറിറ്റൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇത്. പേഴ്സൺ, സ്ട്രിങ്, നെയിം. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിലെ പഠിച്ചതാണ്. സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ക്ലാസ് ആണ്. സ്ട്രിങ് എന്ന് പറയുന്നത് ഈസ് എ ക്ലാസ് ആണ്. സ്ട്രിങ് ഒരു ക്ലാസ് ആണ്. അതുകൊണ്ടാണ് അതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയത്. സോ സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലാസ് ആണ്. അപ്പോൾ പേഴ്സന്റെ അകത്ത് എന്തുണ്ട്? സ്ട്രിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ പേഴ്സൺ ഹാസ് എ സ്ട്രിങ് ടൈപ്പ്, സ്ട്രിങ് ഒബ്ജക്റ്റ്. പേഴ്സൺ ഹാസ് എ സ്ട്രിങ് ടൈപ്പ്, സ്ട്രിങ് ഒബ്ജക്റ്റ്. ഇതിനെ എന്തെന്ന് വിളിക്കും? ഇതിനെ ഹാസ് എ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കും. ഇതിനെ ഹാസ് എ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കും. ഇനി ഈസ് എ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം എന്തുകൊണ്ട് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ? എക്സ്റ്റെൻസ് എന്ന് പറയുന്ന ഒരു കീവേഡ് കൊണ്ട് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എക്സ്റ്റെൻസ് കൊണ്ട് എഴുതുന്ന സാധനം എന്തായിരിക്കും? എക്സ്റ്റെൻസ് കൊണ്ട് എഴുതുന്നതെല്ലാം ഈസ് എ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഈസ് എ റിലേഷൻഷിപ്പ്. എക്സ്റ്റെൻസ് കൊണ്ട് എഴുതുന്നതെല്ലാം ഈസ് എ റിലേഷൻഷിപ്പും ഒരു ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ഞാനൊരു മെമ്പർ വേരിയബിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് വിളിക്കും? ഹാസ് എ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കും. ഹാസ് എ റിലേഷൻഷിപ്പും ഈസ് എ റിലേഷൻഷിപ്പും. ഓക്കെ. അപ്പോൾ പേഴ്സൺ ഹാസ് സ്ട്രിങ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഹാസ് എ റിലേഷൻഷിപ്പ്. എംപ്ലോയി ഈസ് എ പേഴ്സൺ അതെന്ന് പറയുന്ന ഈസ് എ റിലേഷൻഷിപ്പ് ആണ്. ഇനി ഈസ് എ റിലേഷൻഷിപ്പ്, ഈസ് എ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈസ് എ ടൈപ്പ് റിലേഷൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നതിന് നമുക്ക് വീണ്ടും ഡിറൈവ് ചെയ്യാം, വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നതാണ് സിമ്പിൾ ഇൻഹെറിറ്റൻസ്. സിമ്പിൾ ഇൻഹെറിറ്റൻസ്. സിമ്പിൾ ഇൻഹെറിറ്റൻസ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് എംപ്ലോയി എക്സ്റ്റെൻസ് പേഴ്സൺ. ഇതെന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഇൻഹെറിറ്റൻസിന്റെ എക്സാമ്പിൾ ആണ്. അതായത് എംപ്ലോയി എന്ന് പറയുന്നത് ആരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു? പേഴ്സണെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തേതിനെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നു. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് സേ ക്ലാസ് എന്താണ് പെർമനന്റ് എംപ്ലോയി എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുക്കുകയാണെന്ന് വിചാരിക്കും. പെർമനന്റ് എംപ്ലോയി എന്ന് പറയുന്നത് എന്താണ്? ഒരു എംപ്ലോയി അല്ലേ? സോ പെർമനന്റ് എംപ്ലോയി ഈസ് എ എംപ്ലോയി. സോ എക്സ്റ്റെൻസ് പേഴ്സൺ. അപ്പൊ ഇവിടെ നോക്കിയേ, ക്ലാസ് എംപ്ലോയി എക്സ്റ്റെൻസ് പേഴ്സൺ. ഇനി എംപ്ലോയി എന്ന് പറയുന്നത് പെർമനന്റ് എംപ്ലോയി ആരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്? എംപ്ലോയി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒരു മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. മൾട്ടി ലെവൽ എന്ന് പറയുമ്പോൾ 3 ക്ലാസ് കാണും. അതിനകത്ത് ലോവർ ക്ലാസ് തൊട്ട് മുകളിലുള്ള ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യും. രണ്ടാമത്തെ ലെവലിലുള്ള ക്ലാസ് ഒന്നാമത്തെ ലെവലിലുള്ള ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യും. അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് എന്ന് പറയുന്ന, ഹൈബ്രിഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഹൈറാർക്കിയൽ എന്ന് വേണമെങ്കിൽ പറയാം. ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ്. ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ക്ലാസ് എംപ്ലോയി എക്സ്റ്റെൻസ് പേഴ്സൺ എന്ന് പറഞ്ഞു. ഓക്കെ. എന്നിട്ട് ക്ലാസ് സ്റ്റുഡൻറ് എക്സ്റ്റെൻസ് പേഴ്സൺ എന്നും ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, പേഴ്സൺ ഇപ്പൊ പേഴ്സണ് എത്ര ചൈൽഡ് ഉണ്ട്? എംപ്ലോയി എന്ന് പറഞ്ഞൊരു ചൈൽഡും ഉണ്ട്, സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു ചൈൽഡും ഉണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹൈറാർക്കിയൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹൈറ്റി ടൈപ്പിലെ എക്സാമിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ഇതൊന്നും വേണ്ട, നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം മതി. ഞാൻ എന്ത് ചെയ്യും? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, എംപ്ലോയിയുടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം.
എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പബ്ലിക് എംപ്ലോയി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. വാട്ട് ഈസ് ദിസ് ഫംഗ്ഷൻ? സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ഫംഗ്ഷൻ. അഖിലെ, എന്താണ് ഈ ഫംഗ്ഷന്റെ സ്പെഷ്യാലിറ്റി? എന്താണ് അഖിലെ? പോയാ? കൺസ്ട്രെയിൻ അല്ലേ? എന്താ? കൺസ്ട്രക്ടർ അല്ലേ? കൺസ്ട്രക്ടർ അല്ലേ? ഓ തന്നെ. എംപ്ലോയി ഇൻസൈഡ് എംപ്ലോയി ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ഓക്കെ, കൺസ്ട്രക്ട്. ശരി. അപ്പോൾ ഇങ്ങനെ ഞാൻ എഴുതി. ഇനി പേഴ്സൻ്റെ അകത്ത് ഞാൻ എന്ത് എഴുതി? പബ്ലിക് പേഴ്സൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതി, അതും കൺസ്ട്രക്ടറാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ അവിടെ ഞാൻ എന്ത് എഴുതുന്നു, ഇൻസൈഡ് പേഴ്സൺ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ് എഴുതുന്നു. ഓക്കെ, പേഴ്സൺ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. സി ടെസ്റ്റ് ഡോട്ട് ജാവ. ഇപ്പോൾ ഞാൻ ഔട്ട്പുട്ട് റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ജാവ ടെസ്റ്റ്. എന്ത് വന്നിന്? ഇൻസൈഡ് പേഴ്സൺ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വന്നു, ഇൻസൈഡ് എംപ്ലോയി ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വന്നു. അതങ്ങനെ വന്നു. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശരി, ആദ്യം എങ്ങോട്ടേക്ക് വന്നു? ആദ്യം ഞാനാണെങ്കിൽ എംപ്ലോയി ഈക്വൽ ടു ന്യൂ എംപ്ലോയി എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം നേരെ ഏത് ക്ലാസ്സിലേക്ക് പോകും? എംപ്ലോയി ക്ലാസ്സിലേക്ക് പോകും. എംപ്ലോയി ക്ലാസ്സിലേക്ക് കയറുമ്പോൾ നേരെ എംപ്ലോയി ഫംഗ്ഷനിൽ വരുന്നു. എംപ്ലോയി ഫംഗ്ഷൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പ് ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ്, അതായത് എംപ്ലോയിക്കകത്ത് ഞാൻ എന്തെങ്കിലും കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഞാൻ എന്ത് ഡിഫോൾട്ടായിട്ട് കോൾ ചെയ്യും? പേഴ്സൻ്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്യും. അതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ വിച്ച് എക്സ്റ്റെൻസ് പേഴ്സൺ എന്നുള്ളത് കൊണ്ട് ഞാൻ ആരെ കോൾ ചെയ്യും? ഇൻബിൽഡായിട്ട് സിസ്റ്റം ആരെ കോൾ ചെയ്യും? സിസ്റ്റം പേഴ്സൻ്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. പേഴ്സൻ്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുമ്പോൾ നേരെ എങ്ങോട്ടേക്ക് വരും? പബ്ലിക് പേഴ്സൻ്റെ അകത്ത് വരും. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? ഇൻസൈഡ് പേഴ്സൺ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. അപ്പോൾ ഇവിടെ പേഴ്സൻ്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വന്നു കഴിഞ്ഞാൽ അത് ഇൻസൈഡ് പേഴ്സൺ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് മാത്രമാണോ ചെയ്യുന്നത്? അല്ല, അതെന്ത് ചെയ്യും? പേഴ്സൻ്റെ അകത്ത് എന്തൊക്കെ വേരിയബിൾസ് ഉണ്ടോ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് അലോക്കേറ്റ് ചെയ്യും. അത് കൂടാതെ അതിൻ്റെ വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഡിഫോൾട്ട് വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് പ്രിന്റ് ചെയ്തു? ഇൻസൈഡ് പേഴ്സൺ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ പ്രിന്റ് ചെയ്തു. അതിനുശേഷം ഇത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എങ്ങോട്ടേക്ക് വരും? അത് നേരെ ഈ ഒരു പർട്ടിക്കുലർ ലൈനിലേക്ക് വരും. അതിനുശേഷം എന്ത് ചെയ്യും? ഇതിന് വേണ്ടിയിട്ടുള്ള, അതായത് എംപ്ലോയി ക്ലാസ്സിൽ ആരൊക്കെയുണ്ട്? എംപ്ലോയി ഐ ഡി ഉണ്ട്, സാലറി ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് അലോക്കേറ്റ് ചെയ്യും, അതിൻ്റെ ഇനിഷ്യലൈസും ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള വാല്യൂസ് ഇനിഷ്യലൈസും ചെയ്യും. ഇനി എന്ത് പ്രിന്റ് ചെയ്യും? ഇൻസൈഡ് എംപ്ലോയി ഡിഫോൾട്ട് ക്ലാസ് എന്ന് വിളിക്കും. എംപ്ലോയി ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. ഇനി ഒരു ബേസ് ക്ലാസ്സിൽ നിന്നുകൊണ്ട്, ഒരു ബേസ് അല്ലെങ്കിൽ ഒരു ഡിറൈവ്ഡ് ക്ലാസ്, അതായത് ഇതിനെ എംപ്ലോയിനെ നമ്മൾ വിളിക്കുന്ന ഡിറൈവ്ഡ് ക്ലാസ് എന്നാണ്. എംപ്ലോയിനെ ഞാൻ വിളിക്കുന്നത് എന്താണെന്ന്? ഡിറൈവ്ഡ് ക്ലാസ് എന്നാണ് വിളിക്കുന്നത്. ഡിറൈവ്ഡ് ക്ലാസ്. ഇനി അതേപോലെ പേഴ്സണിനെ ഞാൻ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ബേസ് ക്ലാസ് എന്നാണ് വിളിക്കുന്നത്. പേഴ്സണിനെ ഞാൻ വിളിക്കുന്ന പേര് ബേസ് ക്ലാസ്. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്? എംപ്ലോയി എക്സ്റ്റെൻസ് പേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ട് എംപ്ലോയി എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ് ആവും, പേഴ്സൺ എന്ന് പറയുന്നത് എന്താ ക്ലാസ് ആവും? ബേസ് ക്ലാസ് ആയിരിക്കും. ഓക്കെ, ഇനി ബേസ് ക്ലാസ്സിൽ നിന്നുകൊണ്ട്, അതായത് എനിക്ക് എംപ്ലോയിയിൽ നിന്നുകൊണ്ട് എനിക്ക് പേഴ്സണിൻ്റെ കൺസ്ട്രക്ടറിനെ വിളിക്കണം എങ്കിൽ എന്ത് ചെയ്യണം? സൂപ്പർ എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യാം. സൂപ്പർ കീവേഡ് എന്താ ചെയ്യുന്നത്? സൂപ്പർ എന്ന് പറയുന്നത് എംപ്ലോയിയുടെ ബേസ് ക്ലാസ് ആരാണ്? എംപ്ലോയിയുടെ ബേസ് ക്ലാസ് എന്ന് പറയുന്നത് പേഴ്സൺ ആണ്. അപ്പോൾ സൂപ്പർ ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഇന്റേണലി എന്തുകൊണ്ട് റീപ്ലേസ് ആവും? അതിൻ്റെ ബേസ് ക്ലാസ് നെയിം കൊണ്ട് റീപ്ലേസ് ആവും. ബേസ് ക്ലാസ് നെയിം എന്താണ്? പേഴ്സൺ. അപ്പോൾ പേഴ്സൺ എന്ന് പറഞ്ഞ് റീപ്ലേസ് ആവും. പേഴ്സൺ ഫംഗ്ഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും?
പേഴ്സൺ ഫംഗ്ഷനെ നമ്മൾ കൺസ്ട്രക്ടർ എന്ന് വിളിക്കും. അപ്പോൾ ഇത് എന്താ കോൾ ചെയ്യുന്നത്? ഈ ഒരു പർട്ടിക്കുലർ ലൈൻ എന്താ കോൾ ചെയ്യുന്നത്? ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആണ് കോൾ ചെയ്യുന്നത്. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഓഫ് ആര്? പേഴ്സന്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറെയാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ ഇന്റേണലി നടക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ കോൾ ചെയ്ത് കഴിഞ്ഞാലും എന്ത് സംഭവിക്കുന്നു ഒരു കാര്യം നോക്കാം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നേരത്തെ കിട്ടിയ അതേ ഔട്ട്പുട്ടാണ് കിട്ടിയത്. അതായത് ഞാൻ സൂപ്പർ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും? സൂപ്പർ വിളിക്കും. ഓക്കെ, മനസ്സിലായോ? ഇനി ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് സൂപ്പർ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. ഇപ്പം നോക്കിയേ, എംപ്ലോയിക്കകത്ത് വെച്ച് ഞാൻ ഈ സൂപ്പർ എന്ന് പറയുന്ന എത്രാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്? സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് ഇഷ്യൂ ഉണ്ടാക്കും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പറയുന്നു സൂപ്പർ മസ്റ്റ് ബി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ കൺസ്ട്രക്ടർ. അപ്പോൾ ഒരു കൺസ്ട്രക്ടറിനകത്ത് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ പറയുമ്പോൾ സൂപ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു ഫംഗ്ഷന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ഓക്കെ, ഇതാണ് സൂപ്പർ എന്ന് പറഞ്ഞൊരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൂപ്പർ കീവേഡ് എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബേസ് ക്ലാസ്സിനെ വിളിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സൂപ്പർ എന്ന് വിളിക്കുന്നത്. ഇനി എനിക്കൊരു ഫംഗ്ഷനെ വിളിക്കണം. അപ്പോൾ എനിക്ക് എംപ്ലോയിക്കകത്തുള്ള ഒരു ഫംഗ്ഷനെ വിളിക്കണം. വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂപ്പർ ഡോട്ട് സെറ്റ് നെയിം എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഗെറ്റ് നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കാം. സൂപ്പർ എന്ന് പറയുന്നത് എന്തായിട്ട് വർക്ക് ചെയ്യും? പേഴ്സൺ എന്ന് പറഞ്ഞൊരു രീതിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതാണ് സൂപ്പറിന്റെ സ്പെഷ്യാലിറ്റി. സൂപ്പർ എന്ന് പറയുന്ന ഈ കീവേഡ് ആണ്. അത് ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇമ്മീഡിയറ്റ് ബേസ് ക്ലാസ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് ഈ ഇമ്മീഡിയറ്റ് ബേസ് ക്ലാസ് കൊണ്ട് ഞാൻ മീൻ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. മൾട്ടി ലെവലിന്റെ എക്സാമ്പിൾ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ആദ്യം എന്താണ്? പേഴ്സന്റെ താഴെ ആരുണ്ട്? എംപ്ലോയി ഉണ്ട്. എംപ്ലോയിയുടെ താഴെ ആരുണ്ട്? പെർമനന്റ് എംപ്ലോയി ഉണ്ട്. ഈ 3 ക്ലാസ്സസ് ആണ് എൻ്റെ ഉള്ളത്. പെർമനന്റ് എംപ്ലോയിയുടെ ഇമ്മീഡിയറ്റ് ബേസ് ക്ലാസ് ആരാണ്? എംപ്ലോയി. എംപ്ലോയിയുടെ ഇമ്മീഡിയറ്റ് ബേസ് ക്ലാസ് ആരാണ്? പേഴ്സൺ. മനസ്സിലായോ? ആ മേളിലോട്ട് നോക്കുമ്പോൾ ആദ്യം ആരാണോ കാണുന്നത് അയാളാണ് ഇമ്മീഡിയറ്റ് ബേസ് ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ സൂപ്പർ കീവേഡിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. സൂപ്പർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, വാട്ട് അബൌട്ട് ഇഫ് ഐ ആം യൂസിങ് എ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട് എന്നുള്ള കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വെയിറ്റ് ചെയ്യുക. ഡബിൾ സാലറി. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇത്രയും കാര്യങ്ങൾ പാസ് ചെയ്യുന്നു. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു പാരാമീറ്ററൈസ്ഡ്, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഇല്ല, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ മാത്രമേ ഉള്ളൂ. ശരി, ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഞാൻ പേഴ്സൻ്റെ അകത്ത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എഴുതിയിട്ടുണ്ടോ? ഇല്ല. പേഴ്സൻ്റെ അകത്ത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എഴുതിയിട്ടില്ല. ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? എംപ്ലോയി ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ്. സംഗീത ഞാൻ പാസ് ചെയ്യുന്നു, ഒരു നെയിം പാസ് ചെയ്യുന്നു, ഒരു ഏജ് പാസ് ചെയ്യുന്നു, പിന്നെ ഞാൻ പാസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു എംപ്ലോയി ഐ ഡി പാസ് ചെയ്യുന്നു, ഒരു സാലറി പാസ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പാസ് ചെയ്ത് ഞാനൊന്ന് റൺ ചെയ്യാണ്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം എന്തായാലും എംപ്ലോയിക്കകത്ത് കയറുമ്പോൾ ഇതിന് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ്. അപ്പോൾ ഇവിടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അതാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും? ഇൻസൈഡ് എംപ്ലോയി പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ആൻസർ. ഇനി സിസ്റ്റം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. സിസ്റ്റം ഞാൻ റൺ ചെയ്യുന്നു, എറർ ഒന്നുമില്ല. സോ ഞാനാണെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നു. വീണ്ടും എന്ത് വന്നു? ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ വന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എഴുതുന്നെന്ന് വിചാരിച്ചു. ഇതിന് എക്സ്പ്ലനേഷൻ ഞാൻ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എഴുതിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ശരി, സ്ട്രിങ് നെയിം ഇൻഡ് ഏജ്. അപ്പോൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും ഉണ്ട്. അപ്പോൾ ഇവിടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണുള്ളത്. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും ഉണ്ട്. ഇവിടെ
എന്ത് മാത്രമേ ഉള്ളൂ, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും ഒന്ന് റൺ ചെയ്യുന്നു. വീണ്ടും റൺ ചെയ്യുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് വരുന്നത്? വീണ്ടും സെയിം ഔട്ട്പുട്ട് തന്നെയാണ് വരുന്നത്. ഈ ഫസ്റ്റ് കേസിൽ ഞാൻ എന്താ ചെയ്തത്? ഞാൻ പേഴ്സൻ്റെ അകത്ത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എഴുതിയില്ല. ചെയ്തപ്പോൾ രണ്ടാമത്തേൽ ഞാൻ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എഴുതിയിട്ട് റൺ ചെയ്തു. അപ്പോഴും എനിക്ക് ഏത് കൺസ്ട്രക്ടറിലേക്കാണ് പോകുന്നത്? ഡിഫോൾട്ട് കൺസ്ട്രക്ടറിലേക്കാണ് പോകുന്നത്. അതിനെന്താണ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ടെസ്റ്റ് വിളിച്ച് നേരെ എംപ്ലോയിയുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലേക്ക് പോയി. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലേക്ക് പോകുമ്പോഴും സിസ്റ്റം എന്ത് തന്നെ കോൾ ചെയ്യും? സിസ്റ്റം ഇൻബിൽഡ് ആയിട്ട് സൂപ്പർ എന്ന് പറഞ്ഞ് മാത്രമേ കോൾ ചെയ്യത്തുള്ളൂ. അതായത് ബേസ് ക്ലാസിന്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ മാത്രമേ കോൾ ചെയ്യത്തുള്ളൂ, അല്ലാതെ ബേസ് ക്ലാസിന്റെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യത്തില്ല. അപ്പോൾ ഇഫ് യു വാണ്ട് ടു കോൾ ദ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഓഫ് പേഴ്സൺ ക്ലാസ്, പേഴ്സന്റെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ നിങ്ങൾക്ക് കോൾ ചെയ്യണമെങ്കിൽ നിങ്ങളായിട്ട് തന്നെ എഴുതണം, അല്ലാതെ സിസ്റ്റം അത് വിളിക്കത്തില്ല. സിസ്റ്റം എന്തിനെ വിളിച്ചോളും? ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സന്റെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെയാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിവിടെ സൂപ്പർ നെയിം കോമ ഏജ് പാസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കോള് നിങ്ങൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനെ കോൾ ചെയ്യും? സൂപ്പർ മാറി അത് എന്തായി മാറും? പേഴ്സൺ ആയിട്ട് മാറും. പേഴ്സൺ വിത്ത് 2 പാരാമീറ്റേഴ്സ്. അതെന്ന് പറയുന്നത് എന്താണ്? സ്ട്രിങ് നെയിമും ഇൻഡ് ഏജും. അപ്പോൾ നേരെ ഇതിനകത്തോട്ട് കയറും, പേഴ്സൺ ഇൻസൈഡ് പേഴ്സൺ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലേക്ക് കയറും. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും നമുക്ക് ബേസ് ക്ലാസ്സിനകത്ത് എഴുതിയാൽ സിസ്റ്റം ഇൻബിൽഡ് ആയിട്ട് ആരെ മാത്രമേ കോൾ ചെയ്യത്തുള്ളൂ? ബേസ് ക്ലാസിന്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യത്തുള്ളൂ. ഇഫ് യു വാണ്ട് ടു കോൾ ദ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ യു ഷുഡ് കോൾ ഇറ്റ് യൂസിങ് സൂപ്പർ കീവേഡ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിൽ, അതായത് പേഴ്സന്റെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലേക്ക് കയറുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കാം. കണ്ടോ? പേഴ്സന്റെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലേക്ക് കയറി. മനസ്സിലായോ? ഇതാണ് എന്തിന്റെ എക്സാമ്പിൾ? ഒരു കൺസ്ട്രക്ടർ, ഫ്ലോ ഓഫ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് ഇത് സ്ഥിരം കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആണെങ്കിൽ എന്ത് ചെയ്യാം? ഒരു മൾട്ടി ലെവൽ അല്ലെങ്കിൽ ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് ചെയ്യാം. ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? സ്റ്റുഡൻറ് ക്ലാസ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്താൽ മതി? ഒരു എക്സ്റ്റെൻസ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി? ഇപ്പോൾ ഇവിടെ നോക്കിയേ, പേഴ്സൺ ക്ലാസ് ഉണ്ട്. പേഴ്സൺ ക്ലാസ് ആരെയൊക്കെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്? പേഴ്സൺ ക്ലാസ് ആരൊക്കെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്? എംപ്ലോയി ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻറ്റും ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹൈറാർക്കിയൽ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു പാരന്റ് മൾട്ടിപ്പിൾ ചിൽഡ്രൻ, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അതിനെ ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കും. അപ്പോൾ അത് എൻ്റെ എക്സാമ്പിൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് എഴുതുക? ഒരു പേഴ്സൺ ക്ലാസ് എഴുതുക. പേഴ്സൺ ക്ലാസ് എഴുതിയിട്ട് ഒരു എംപ്ലോയി ക്ലാസ് എഴുതുക. എംപ്ലോയി ക്ലാസ് എഴുതിയിട്ട് ദാറ്റ് എംപ്ലോയി ക്ലാസ് എക്സ്റ്റെൻസ് പേഴ്സൺ എന്ന് പറയുക. സിമിലർലി ഒരു സ്റ്റുഡൻറ് ക്ലാസ് എഴുതുക. സ്റ്റുഡൻറ് ക്ലാസ് എക്സ്റ്റെൻസ് പേഴ്സൺ എന്ന് പറയുക. ജസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ടെസ്റ്റ് ക്ലാസ് എഴുതിയിട്ട് ഒരു ഒബ്ജക്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തിന് എക്സാമ്പിളായി? അത് ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസിന് എക്സാമ്പിളായി. അപ്പോൾ നിങ്ങൾ സാധാരണ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച ആൾക്കാരെന്ന് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഒക്കെ അറിയായിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി എന്നൊക്കെ പറഞ്ഞ് ഇൻഡ് എ, പ്രൈവറ്റ് ഇൻഡ് എ, പ്രൈവറ്റ് ഇൻഡ് ബി, ഗെറ്റ് എ, സെറ്റ് എ എന്നൊക്കെ പറഞ്ഞായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. അത് ചെയ്യരുത്. നിങ്ങൾ കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് ചിന്തിക്കുക. നമ്മൾ റിയൽ വേൾഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് തന്നെ കൊടുക്കുക. അതായത് പേഴ്സൺ, എംപ്ലോയി, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞുള്ള എക്സാമ്പിൾസ് തന്നെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? നിങ്ങൾക്ക് ഇഷ്ടം പോലെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് സ്റ്റുഡൻറ്റ് എക്സ്റ്റെൻസ് പേഴ്സൺ പറയാം. അപ്പോൾ അതെന്തായി? അതെന്ന് പറയുന്നത് സിംഗിൾ ഇൻഹെറിറ്റൻസ് ആയി. അത് മൾട്ടി ലെവൽ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റുഡൻസ് തന്നെ ബിടെക് സ്റ്റുഡൻസ് ഇല്ലേ? എക്സ്റ്റെൻസ് ബിടെക് സ്റ്റുഡൻസ്. ബിടെക് സ്റ്റുഡൻസിനകത്ത് ഇലക്റ്റീവ് എന്ന് പറയുന്നത്, ഇലക്റ്റീവ് പേപ്പേഴ്സ് എന്ന് പറയുന്ന ബിടെക് സ്റ്റുഡൻസിനുള്ള ഐറ്റം അല്ലേ? അപ്പോൾ ഈ ഇലക്റ്റീവ് എന്ന് പറയുന്ന ഒരു
പ്രോപ്പർട്ടിയും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ ഗെറ്റേഴ്സ് സെറ്റേഴ്സ് വിട്ടിട്ട് എന്ത് ചെയ്യുക, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു, ആ പ്രോപ്പർട്ടീസ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ എന്തിൻ്റെ എക്സാമ്പിളായി, ഇൻഹെറിറ്റഡിൻ്റെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിളായി. ഓക്കെ, അത് ഞാൻ നമ്മുടെ ഇൻഹെറിറ്റൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഹെറിറ്റൻസ് ജാവ സപ്പോർട്ട് ചെയ്തില്ല. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഡ്രൈവർ എന്ന് പറയുന്ന ആളുണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ക്ലാസ് എ എന്ന് പറയുന്ന ഒരു ആളുണ്ട്, ക്ലാസ് എ. ഐ ഹാവ് ക്ലാസ് ബി ഓൾസോ, ഒരു ക്ലാസ് ബി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ക്ലാസ് സി എക്സ്റ്റെൻസ് എ കോമ ബി, അല്ലെങ്കിൽ എക്സ്റ്റെൻസ് എ എക്സ്റ്റെൻസ് ബി എന്ന് പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതായത് ഫാദർ ആൻഡ് മദർ രണ്ടുപേരും കൂടെ ചേർന്നല്ലേ ചൈൽഡ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് ജാവ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ജാവ സപ്പോർട്ട് ചെയ്യാത്തത്? അതിന് ഒരു സെക്യൂരിറ്റി റീസൺ ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് എക്കകത്ത് ഒരു ഡിസ്പ്ലേ ഉണ്ടെന്ന് വിചാരിക്കുക, ഡിസ്പ്ലേ ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, ആൻഡ് ബി ഈസ് ഓൾസോ ഹാവിങ് ഡിസ്പ്ലേ ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി, അപ്പോൾ എയുടെ പ്രോപ്പർട്ടിയും ബിയുടെ പ്രോപ്പർട്ടീസും ആരിലേക്ക് വരും, സിയിലേക്ക് വരും. ഞാൻ സിയുടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, സി ഈക്വൽ ടു ന്യൂ സി. അപ്പം ഞാൻ സിയുടെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയില്ലേ, ഞാൻ സി ഡോട്ട് ഡിസ്പ്ലേ വിളിക്കുന്നു. അപ്പോൾ ആരുടെ ഡിസ്പ്ലേ പോവും, എയുടെ ഡിസ്പ്ലേ വിളിക്കോ, കാരണം എയുടെയും ബിയുടെയും പ്രോപ്പർട്ടീസ് രണ്ടും ആരിലേക്ക് വന്നിട്ടുണ്ട്, സിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആരുടെ ഡിസ്പ്ലേ വിളിക്കും, എയുടെ ഡിസ്പ്ലേ വിളിക്കോ, ബിയുടെ ഡിസ്പ്ലേ വിളിക്കോ? ഇതൊരു ആംബിഗ്വസ് കേസ് അല്ലേ. ഈ ആംബിഗ്വസ് കേസ് ഒരു ലൂപ്പ് ഹോള് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാത്തത്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നമ്മൾ ഏതിനകത്ത് യൂസ് ചെയ്യാത്തത്, നമ്മൾ ജാവയ്ക്കകത്ത് യൂസ് ചെയ്യാത്തത്. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ എക്സ്റ്റെൻസ് എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ ബോത്ത് ദി പ്രോപ്പർട്ടീസ് ഓഫ് എ ആൻഡ് ബി ആർ ഇൻഹെറിറ്റഡ് ടു സി. അപ്പോൾ എക്കും ബിക്കും കോമൺ ആയിട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അത് ആരുടെ പ്രോപ്പർട്ടിയാണ്, എയുടെ പ്രോപ്പർട്ടിയാണോ ബിയുടെ പ്രോപ്പർട്ടിയാണോ എടുക്കുന്നതെന്ന് പറഞ്ഞ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അത് കാരണമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാത്ത, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യാത്ത. അതൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. ഓക്കെ, നൗ another great property of inheritance is method overloading. Say for example, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പബ്ലിക്, ഞാൻ ഇത് ആരുടെ ക്ലാസ് ആണെന്നുള്ള കാര്യം ഞാൻ പറയാം. ഇത് പേഴ്സൺ ക്ലാസ് ആണ്. ഞാൻ പേഴ്സൺ ക്ലാസ്സിനകത്ത് ഒരു ഫംഗ്ഷൻ എഴുതി. ആ ഫംഗ്ഷൻ്റെ പേര് ഡിസ്പ്ലേ എന്നാണ്, ഫംഗ്ഷൻ ഓൾ ഡിസ്പ്ലേ. ഞാൻ ആ ഡിസ്പ്ലേക്കകത്ത് ഞാനപ്പോൾ എന്തായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ ഞാൻ എന്ത് ഡിസ്പ്ലേ ചെയ്യുന്നു, നെയിം ഡിസ്പ്ലേ ചെയ്യുന്നു, നെയിം ഈക്വൽ ടു നെയിം. ആൻഡ് ഞാൻ എന്തിനെ ഡിസ്പ്ലേ ചെയ്യുന്നു, ഏജിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. കാരണം ഈ രണ്ട് പ്രോപ്പർട്ടീസ് മാത്രമേ ആരുടെയിലുള്ളൂ, ഡിസ്പ്ലേക്കകത്തുള്ളൂ. ഇനി ഞാനാണെങ്കിൽ ഇവിടെ പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് വിത്ത് സെയിം പ്രോട്ടോടൈപ്പ് സെയിം നെയിമിൽ ഞാനൊരു വേറൊരു ഫംഗ്ഷൻ എഴുതുന്നു. ആ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ, ഞാൻ നെയിം വാങ്ങുന്നു, നെയിം എന്ന് പറയുന്നത് പ്ലസ് ഗെറ്റ് നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കുന്നു. നെയിം വാങ്ങിക്കാൻ വേണ്ടി ഗെറ്റ് നെയിം യൂസ് ചെയ്യുക. കാരണം ഇതിന് ഞാൻ എന്തുകൊണ്ടാണ് ഗെറ്റ് നെയിം യൂസ് ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇവിടെ ഏജ് വാങ്ങിക്കാൻ വേണ്ടി ഗെറ്റ് ഏജ് യൂസ് ചെയ്യാം. ഇത് രണ്ടും ഇവരുടെ തന്നെ പ്രോപ്പർട്ടീസ് ആണ്.
അതായത് ബാക്കി രണ്ട് പ്രോപ്പർട്ടീസും ആരുടെ പ്രോപ്പർട്ടീസ് തന്നെയാണ്? ബാക്കി രണ്ട് പ്രോപ്പർട്ടീസ് ഏജും നെയിമും ആരുടെ പ്രോപ്പർട്ടിയാണ്? പേഴ്സന്റെ പ്രോപ്പർട്ടിയാണ്. അവിടെ പ്രൈവറ്റ് ആയിട്ട് ആയതുകൊണ്ടാണ് ഞാനിവിടെ ഗെറ്റ് നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തത്. അത് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, അതൊക്കെ പിന്നെ പഠിക്കാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രിന്റ് ചെയ്യുന്നത്, ഞാൻ വേറൊരു ടോപ്പിക്കാണ് പറയുന്നത്, അതുകൊണ്ടാണ് പറയാത്തത്. എംപ്ലോയി ഐ ഡി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ സാലറി എന്ന് പറയുന്നത് ഈക്വൽ ടു സാലറി. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് ക്ലാസ്സിനകത്ത് ഫസ്റ്റ് എംപ്ലോയിയുടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഡോട്ട് ഡിസ്പ്ലേ വിളിച്ചു. ഡിസ്പ്ലേ വിളിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ്, ഞാൻ എംപ്ലോയി എക്സ്റ്റെൻസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ പേഴ്സൻ്റെ അകത്തുള്ള എല്ലാ പ്രോപ്പർട്ടീസും ആരിലേക്ക് വരും? എംപ്ലോയിയിലേക്ക് വരും. സെമി കോളൻ ഇട്ടില്ലേ? ഓക്കെ, ശരി. പേഴ്സൻ്റെ അകത്തുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഏതിനകത്തോട്ട് വരും? എംപ്ലോയിക്കകത്തോട്ട് വരും. അപ്പോൾ പേഴ്സന്റെ വൺ ഓഫ് ദി പ്രോപ്പർട്ടി അല്ലേ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും. അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും ആരിലേക്ക് വരും? എംപ്ലോയിയിലേക്ക് വരും. അപ്പോൾ എത്ര ഡിസ്പ്ലേ ആണ് എംപ്ലോയിക്കകത്തുള്ളത്? ഒന്ന് പേഴ്സന്റെ അകത്തുള്ള ഡിസ്പ്ലേ, ഒന്ന് എംപ്ലോയിക്കകത്ത് തന്നെയുള്ള ഡിസ്പ്ലേ. അങ്ങനെ രണ്ട് ഡിസ്പ്ലേ ഇല്ലേ? ഓക്കെ, എക്സ്റ്റെൻസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ പേഴ്സന്റെ അകത്തുള്ള എല്ലാ പ്രോപ്പർട്ടീസും ആരിലേക്ക് വരും? എംപ്ലോയിയിലേക്ക് വരും. പേഴ്സന്റെ അകത്ത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയും കൂടെ ഇല്ലേ? അതും കൂടെ ആരിലേക്ക് വരും? എംപ്ലോയിയിലേക്ക് വരും. ഇത് കൂടാതെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ രണ്ട് ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഡോട്ട് ഡിസ്പ്ലേ വിളിക്കുമ്പോൾ ആരുടെ ഡിസ്പ്ലേ ആണ് വിളിക്കുന്നത്? ആരുടെ ഡിസ്പ്ലേ ആണ് വിളിക്കുന്നത്? അപ്പോൾ ഞാനൊന്ന് റൺ ചെയ്ത് കാണിക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് പേഴ്സന്റെ ഡിസ്പ്ലേക്കകത്ത് എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? നെയിമും ഏജും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എംപ്ലോയിയുടെ ഡിസ്പ്ലേക്കകത്തൊക്കെ എന്തൊക്കെയുണ്ട്? നെയിമുണ്ട്, ഏജ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, നോക്കിയേ ഇവിടെ എന്തുകൊണ്ടാണ് നൾ വന്നത്? ശരി, ഓക്കെ. ഞാൻ 2-3 കോഡ് ഇവിടെ ആഡ് ചെയ്യാൻ വിട്ടുപോയി. നമ്മൾ ജസ്റ്റ് എന്തേ വിളിക്കുന്നുള്ളൂ? ഇൻസൈഡ് പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടറിനെ വിളിക്കുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്നില്ല? എംപ്ലോയി ഐ ഡിയും ഇതൊന്നും സെറ്റ് ചെയ്യുന്നില്ല. സോ എംപ്ലോയി ഐ ഡി ദിസ് ഡോട്ട് സാലറി ഈക്വൽ ടു സാലറി. ഇനി അതേപോലെ പേഴ്സൻ്റെ അകത്ത് ഞാൻ ചെന്ന് എന്ത് സെറ്റ് ചെയ്യണം? നെയിം എന്ന് പറയുന്നത് ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം, ദിസ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ്. ഇത്രയും കാര്യം സെറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നോക്കിയേ, നെയിം, ഏജ്, എംപ്ലോയി ഐ ഡി, സാലറി. അപ്പോൾ ഏത് ഡിസ്പ്ലേ ആണ് വിളിച്ചത്? എംപ്ലോയിക്കകത്തുള്ള ഡിസ്പ്ലേ ആണ് വിളിച്ചത്. അപ്പോൾ പേഴ്സൻ്റെ അകത്തുള്ള ഡിസ്പ്ലേ ഉണ്ടായിരുന്നു, എംപ്ലോയിക്കകത്തുള്ള ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ആരെ ഡിസ്പ്ലേ ആണ് വിളിച്ചത്? എംപ്ലോയിക്കകത്തുള്ള ഡിസ്പ്ലേ ആണ് വിളിച്ചത്. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് മെത്തേഡ് ഓവർ റൈഡിങ്. മെത്തേഡ് ഓവർ റൈഡിങ്. മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെത്തേഡ് ഓവർ റൈഡിങ്, that is base class and derived class is having same function prototype. In such case base class function will be overridden by derived class function. അതായത് എന്ത് ചെയ്യും? ബേസ് ക്ലാസ്സിനകത്തുള്ള ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ ഓവർ റൈഡ് ചെയ്ത് ആരെ കോൾ ചെയ്യും? എംപ്ലോയിക്കകത്തുള്ള ഡിസ്പ്ലേ ഫംഗ്ഷൻ കോൾ ചെയ്യും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെത്തേഡ് ഓവർ റൈഡിങ്ങിൽ ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ ഈ രണ്ട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എന്താ ചെയ്തിരിക്കുന്നത്? നെയിമും ഏജും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു അല്ലേ? നോക്കിയേ, ഇവിടെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? നെയിമും ഏജും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. അതായത് ഏത് ഫംഗ്ഷനാണ്? ഡിസ്പ്ലേ ഫംഗ്ഷൻ ഇൻ പേഴ്സൺ എന്ത് ചെയ്തിരിക്കുന്നു? നെയിമും ഏജും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ 2 ലൈനല്ലേ കൂടുതലുള്ളൂ എന്ന് വിചാരിക്കാം. സേ ഒരു ബേസ് ക്ലാസ്സിനകത്ത് 50 ഫീൽഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കാണും, അല്ലെങ്കിൽ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കാണും? 50 എണ്ണം കാണും. അപ്പോൾ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് ഞാൻ 50 എണ്ണം എഴുതണ്ടേ? ആഡ് ഓൺ ടു ദാറ്റ് അതിൻ്റെയും ഫീൽഡ്സ് എഴുതണ്ടേ? അപ്പോൾ ടോട്ടൽ 100 ലൈന് 50 ലൈൻ എഴുതേണ്ട സമയത്ത് ഞാൻ 100 ലൈൻസ് എഴുതാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എനിക്ക് എന്ത് ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി? ഈ 2 കാര്യങ്ങൾ ആണ് പേഴ്സൻ്റെ ഡിസ്പ്ലേ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? സൂപ്പർ ഡോട്ട് ഡിസ്പ്ലേ എന്ന് വിളിച്ചാൽ മതി. സൂപ്പർ ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ആരുടെ ഡിസ്പ്ലേ ഫംഗ്ഷനെ വിളിക്കും? പേഴ്സൺ ക്ലാസിൻ്റെ ഡിസ്പ്ലേ ഫംഗ്ഷനെ വിളിക്കും. അപ്പോൾ അത് നേരെ ചെന്ന് ഏത് ഫംഗ്ഷനെ കോൾ ആവും? ഇതിനെ കോൾ ആവും. അപ്പോൾ നെയിമും പ്രിന്റ് ചെയ്യും, ഏജും പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? സൂപ്പറിൻ്റെ ഒരു യൂസ് ആണിത്. അതായത് സൂപ്പർ ഡോട്ട് നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് നോക്കി നോക്കാം. സെയിം ആൻസറിലേ വരുന്നതെന്ന് പറഞ്ഞ് നോക്കി നോക്കാം. നോക്കിയേ, സംഗീത് 31, എംപ്ലോയി ഐ ഡി നേരത്തെ ഉള്ള അതേ വാല്യൂസ് ആണ് ഇപ്പോഴും വന്നത്. അപ്പോൾ ഇതിനെയാണ്, ഈ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് വിളിക്കുന്നത്. ബേസ് ക്ലാസ് ആൻഡ് ഡിറൈവ്ഡ് ക്ലാസ് ഈസ് ഹാവിംഗ് സെയിം ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഇൻ സച്ച് കേസ് the base class function will be overridden by the derived class function. Okay, such a property is called method overriding. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത്രയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്.